Okay, in the last class we are studying about mixtures. Mixture means ഞാൻ എക്സാമ്പിൾ അടക്കം പറഞ്ഞതാണ് അല്ലേ? അന്ന് അൻമരി ഉണ്ടായിരുന്ന ക്ലാസ്സിൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ തിന്നുന്ന ഒരു മിക്സ്ചറിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. Okay, many things are there, maybe two or more than that. രണ്ടോ അതിലധികമോ വസ്തുക്കൾ അതിലുണ്ടാകും. ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ നമ്മൾ തിന്നുന്ന മിക്സ്ചറിൽ അല്ലേ? പക്ഷേ we can separate it. അതിന് നമുക്ക് ആ മിക്സ്ചറിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ട്. അതിലെ അളവുകൾ ഓരോന്നും അതിനകത്ത് ഫോർ എക്സാമ്പിൾ പറഞ്ഞ കടല ചില മിക്സ്ചറിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും അല്ലെ? അത് നോ മാറ്റർ ദ റേഷ്യോ ഓഫ് പ്രോപ്പർട്ടീസ് ഇൻ ദാറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ഇൻ കെമിസ്ട്രി നമ്മൾ പഠിക്കുന്ന മിക്സ്ചർ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. വെച്ചാൽ അതിൽ പല വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകും, പക്ഷെ അത് ഒന്നിനോട് ജോയിൻ ചെയ്യുന്നില്ല. ഒന്നും കെമിക്കൽ ആക്ഷൻസ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ നമ്മൾ ഉപ്പ്, സോൾട്ട് നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ സോൾവ് ഇൻ ദ വാട്ടർ. അതർവൈസ് ഇഫ് വിൽ കീപ് എ cup of salt in one place and in another side if will keep near to it or close to it, if will keep 1 cup of water, will any changes take place there? No changes will take place. Salt will be there and water will be there like the same way. But if will join together, what will happen? Salt will join in that water, isn't it? So here also mixtures means ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി വെക്കാം. ചില വസ്തുക്കൾ ഇപ്പൊ അയൺ ആൻഡ് കോപ്പർ അത് രണ്ടും കൂടെ ഒന്നിച്ചു വെക്കാം നമുക്ക്. പക്ഷെ അവിടെ ഒരു ആക്ഷനും സംഭവിക്കുന്നില്ല. ആ രീതിയിൽ ഉള്ള ഇതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മള് അന്ന് ക്ലാസ്സിൽ ആൻമരി ഇല്ലായിരുന്നു തോന്നുന്നു. ബട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രേയ, ഗുഡ് മോർണിംഗ്. ഐ ഹോപ്പ് യു ക്യാൻ ഹിയർ. ഇവിടെ ആക്ടിവിറ്റി 1 പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 27 put some iron powder and sulfur powder and mix it properly. It is a iron and sulfur mixer. But there will be no chemical actions. അത് രണ്ടും കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും ഓരോ കെമിക്കൽ ആക്ഷൻ ഒന്നും നടക്കുന്നില്ല. അയൺ ബേസ് പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പെറുക്കി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഇസ് പൗഡർ. അത് പൗഡർ ആയതുകൊണ്ട് നമുക്ക് പെറുക്കി സെപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബട്ട് ഇഫ് യു ബ്രിങ് എ മാഗ്നറ്റ് ടു ദാറ്റ്, ഒരു മാഗ്നറ്റ് അതിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? മാഗ്നറ്റ് വിൽ അട്രാക്ട് ദ അയൺ പൗഡർ ആൻഡ് ഓൾ ദ അയൺ പൗഡർ വിൽ ബി attracted by the magnet and it will be stuck in that magnet and sulfur powder will be left over that vessel. ആ പാത്രത്തിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതായത് അയൺ പൗഡറും സൾഫർ പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കില്ല മീൻസ് നോ കെമിക്കൽ ചേഞ്ചസ് വിൽ ബി ദർ. ഒരു കെമിക്കൽ ചേഞ്ചും ഇല്ല. ബട്ട് മിക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ അത് പൊടിയല്ലേ, പെറുക്കി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു കാന്തം മാഗ്നറ്റ് നമ്മൾ അതിൽ കൊണ്ടുവച്ചാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലായിട്ട് ഇറ്റ് വിൽ അട്രാക്ട് ദ അയൺ. സോ ആ അയൺ പൗഡർ എല്ലാം ഈ മാഗ്നറ്റിൽ പറ്റും, പാത്രത്തില് സൾഫർ പൗഡറും ഉണ്ടാകും. ഇനി ബട്ട് ദർ വിൽ ബി ആക്ഷൻ വെൻ വി ഹീറ്റ് ഇറ്റ്. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി above activity that iron and sulfur have not reacted chemically. What we had a mixture of iron and sulfur that could easily be separated by the physical activity. That means physical activity means using a magnet. You can mix any amount of sulfur with any amount of iron to form a mixture of the two. നമുക്ക് 1 കിലോ അയൺ പൗഡർ വേണേലും ഇടാം. 5 kg if you want we can put, 10 kg if you want we can put, and 1 kg sulfur powder we can put. Whatever how much we want we can put. Okay, miss book കൊണ്ടുവന്നിട്ടുണ്ടോ? എവിടെ വെച്ചിട്ടുണ്ട്? ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഇനി ആക്ടിവിറ്റി 2 പറഞ്ഞിരിക്കുന്നത് എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷൻ. നൗ മിക്സ് 8 gram of sulfur and 14 gram of iron in a china dish and heat the mixture. 8 gram iron powder and 14 gram of 8 gram of sulfur and 14 gram of iron powder. 7 gram സൾഫറും 14 gram അയൺ
പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? മിക്സ് ചെയ്തിട്ട് after some time we have to heat it. മിക്സ് ചെയ്തതിനു ശേഷം ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിനു ശേഷം after some time the mixture will begin to glow and give up heat. A black substance called iron sulfide is formed. ചൂടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വെറുതെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും with using a magnet. But after heating, if you mix for 8 gram of sulfur and 14 gram of iron, if we will mix it together and we will heat it, then after when it is heated, it will glow up. അത് തിളങ്ങാൻ തുടങ്ങും ചൂടാക്കി കഴിയുമ്പോൾ. എന്നിട്ട് ഒരു പുതിയ വസ്തു ഉണ്ടാകുവാണ് അയൺ സൾഫൈഡ്. So after heating, what a new thing comes out, it is called iron sulfide എന്ന് പറയുന്നത്. എന്താ കോൾഡ് ഒക്കെ ഉണ്ടോ അൻമരിയ? ജലദോഷമൊക്കെ പിടിച്ചോ? ദിയ ഗുഡ് മോർണിംഗ്. ഇനി പുതിയ ഐറ്റം ഇപ്പൊ ഇവിടെ കെമിക്കൽ ആക്ഷൻ സംഭവിച്ചു. അതായത് ഹീറ്റ് ചെയ്തപ്പോൾ ഒരു പുതിയ വസ്തു ഉണ്ടായി, ദാറ്റ് ഈസ് അയൺ സൾഫൈഡ്. ആൻഡ് ഇഫ് യു ബ്രിങ് മാഗ്നെറ്റ് നൗ ടു ദ അയൺ സൾഫൈഡ്, it will not attract any iron from that. മനസ്സിലായോ? അതായത് ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത അയൺ പീസും അല്ലെങ്കിൽ അയൺ പൗഡറും സൾഫൈഡ് പൗഡറും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ആക്ഷനും സംഭവിക്കുന്നുമില്ല. നമുക്ക് അതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച്. പക്ഷെ അതിനെ നമ്മൾ ഒരു പ്രോപ്പർ റേഷ്യോയിൽ, അതായത് 8:14 എന്ന റേഷ്യോയിൽ അയൺ സൾഫൈഡും പിന്നെ സൾഫർ പൗഡറും പിന്നെ നമ്മുടെ അയൺ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നു, അതാണ് അയൺ സൾഫൈഡ്. ആൻഡ് now if you bring any magnet to that mixture, അതിപ്പോ അതൊരു കോമ്പൗണ്ട് ആയി. ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ അതിൽ അയണിന്റെ ക്യാരക്ടറേ ഇല്ല, അതായത് അയണിന്റെ യാതൊരു ഗുണവും അതിനില്ല. കാരണം അയൺ അതിനെ അട്രാക്ട് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അയൺ സൾഫൈഡ് ആയി. അയൺ സൾഫൈഡ് ഇവിടെ കെമിക്കൽ ചേഞ്ചസ് ഹാസ് ബീൻ ടേക്കൺ പ്ലേസ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് അട്രാക്ട് ദാറ്റ്. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, പിക്ചർ നോക്കിക്കേ, പേജ് നമ്പർ 27 മിക്സ്ചർ ഓഫ് അയൺ ആൻഡ് സൾഫർ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ആൻഡ് ഇഫ് യു ബ്രിങ് അയൺ പീസ്, അത് മിക്സ്ചർ മാത്രമാണ്. ദെൻ ഇഫ് യു ബ്രിങ് മാഗ്നറ്റ് കൊണ്ടുവന്നപ്പോൾ മാഗ്നറ്റിലേക്ക് അയൺ പീസ് എല്ലാം കൂടെ, അയൺ പൗഡർ എല്ലാം കൂടെ അട്രാക്ട് ആയി. ഇനി പാത്രത്തില് ബാക്കി എന്തായി? സൾഫർ പൗഡർ അവിടെ മിച്ചം വന്നു. സെക്കൻഡ് വണ്ണില് ചൂടാക്കുന്നു. ഇതിനെ ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ വസ്തു ഉണ്ടായി. അപ്പൊ അത് നോക്കിയാൽ അയൺ സൾഫൈഡ്. ഇനി ഈ അയൺ സൾഫൈഡിന്റെ അടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് നോട്ട് അട്രാക്റ്റീവ്. അത് അട്രാക്ട് ചെയ്യുന്നില്ല. കണ്ടോ? ഓക്കെ. ഇനി മിക്സ്ചർ ഓഫ് അയൺ ആൻഡ് സൾഫറിന്റെ മോളിക്യൂൾസ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് പിക്ചറിൽ നോക്കിയേ, യെല്ലോ ആൻഡ് ബ്ലാക്ക്, they are separated. Are you seeing, Anmaria? Page number 27 last figure. Okay, in that molecules see yellow and iron, yellow and black color. ഇവിടെ തന്നിരിക്കുന്ന അയണിന്റെയും സൾഫൈഡിന്റെയും മോളിക്യൂൾസ് തമ്മിൽ മിക്സ്ഡ് ആണ്, പക്ഷെ അത് ടച്ച് ചെയ്യുന്നില്ല അല്ലെ. പക്ഷെ ഹീറ്റ് ചെയ്തിട്ട് കോമ്പൗണ്ടിലേക്ക് ആയപ്പോഴോ പുതിയൊരു വസ്തുവായി, അത് അയൺ സൾഫേറ്റ് ആയി. അയൺ സൾഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? രണ്ടും കൂടെ മിക്സ് ആണ്. ബ്ലാക്കും എല്ലാം കൂടെ ടച്ച് ചെയ്തിരിക്കുന്നുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 28. Difference between compounds and mixtures. Here in column property, compounds and mixture. Property, combination of constituents. അതിലെ കോമ്പൗണ്ട്സിൽ എങ്ങനെയായിരിക്കും? കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ കമ്പൈൻഡ് ടുഗദർ കെമിക്കലി. കോമ്പൗണ്ടിൽ അത് കമ്പൈൻഡ് ടുഗദർ ആയിരിക്കും, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കും, ടച്ച് ആയിട്ടായിരിക്കും, നമ്മൾ കണ്ട മോളിക്യൂൾസ് പോലെ. നെക്സ്റ്റ് മിക്സ്ചേഴ്സിലോ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ കമ്പൈൻഡ് ടുഗദർ നോട്ട് കെമിക്കലി ബട്ട് ഫിസിക്കലി. കെമിക്കലി ഒരു മാറ്റവും അവിടെ ഉണ്ടാകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ എന്താണ്? ഫിസിക്കലി അവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ല ഫിസിക്കലി അവര് ഒന്നും ആകുന്നു.
ഓക്കെ, ഫിസിക്കലി നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, കെമിക്കലി ഒരു ചേഞ്ചസും വരുത്താൻ പറ്റുന്നില്ല. നെക്സ്റ്റ്, റേഷ്യോ ഓഫ് കോൺസ്റ്റുവൻസ്. സെയിം കോൺസ്റ്റുവൻസ് ആർ പ്രസന്റ് ഇൻ ഫിഫ്റ്റ് റേഷ്യോ. കോമ്പൗണ്ട്സിലെ റേഷ്യോ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് 8:14 എന്നുള്ള റേഷ്യോയിൽ മാത്രമേ നമുക്ക് അയൺ സൾഫൈഡ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഇസ് കോമ്പൗണ്ട്. അതൊരു കോമ്പൗണ്ട് ആണ്. ഇനി നമ്മൾ 10ഉം 12ഉം ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അയൺ സൾഫൈഡ് ഉണ്ടാകുമോ? 10 സൾഫർ മോളിക്യൂൾസും 12 അയൺ ആറ്റംസും കൂടി ഇട്ട് കഴിഞ്ഞാൽ അയൺ സൾഫൈഡ് ഉണ്ടാകുമോ? ഇല്ല. കറക്റ്റ് റേഷ്യോ ഫിക്സ്ഡ് റേഷ്യോ ആയിരിക്കണം. 8:14 എന്നുള്ള റേഷ്യോയിൽ തന്നെ ആയിരിക്കണം. ബട്ട് ഇൻ മിക്സ്ചർ ഹൗ മച്ച് വി വാണ്ട് വി ക്യാൻ ആഡ് ആസ് വി ലൈക്ക്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്, സെപ്പറേഷൻ ഓഫ് കോൺസ്റ്റുവൻസ്. Constant can be separated only by chemical methods, but in a mixture, constant can be separated by physical methods, not in chemical method. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ കെമിക്കൽ മെത്തേഡിൽ മാത്രമേ നമുക്ക് അവിടെ ഇതിനെ നമുക്ക് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് കോൺസ്റ്റന്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺലി ത്രൂ ദി കെമിക്കൽ മെത്തേഡിൽ. അപ്പൊ നമ്മൾ പറഞ്ഞ അയണും സൾഫറും കൂടെ ചുമ്മാതെ മിക്സ്ചറിൽ അതൊന്നും ചേരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ ഇപ്പുറത്തോ അവിടെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കണം. അപ്പം അതിനെ ചൂടാക്കിയാൽ മാത്രമേ അവിടെ അത് കോമ്പൗണ്ട് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ചിലത് തണുപ്പിക്കുമ്പോഴായിരിക്കും ആകുന്നത്. ചിലതില് എയറുമായിട്ട് സമ്പർക്കം വരുമ്പോഴായിരിക്കും അവിടെ മാറ്റം വരുന്നത്. മനസ്സിലായോ? Okay, next, energy changes. Often Dia, can you hear Dia? Energy changes. Often energy is observed or released during the formation of compounds. Often no energy is observed or released when the mixture is formed. But usually നമ്മളുടെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൽ they observe energy or they may release energy. അതിലെ എനർജി സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്യുന്നു. പക്ഷേ in mixture mostly means 90%, 95% no energy is observed or no energy is released. ഇവിടെ കോമ്പൗണ്ട്സിൽ എനർജി സ്വീകരിക്കുകയോ എനർജി പുറത്തു വിടുകയോ ചെയ്യും. പക്ഷെ ഇവിടെ സ്വീകരിക്കാറുമില്ല, പുറത്തു വിടാറുമില്ല. ഒരു മാറ്റവും സംഭവിക്കാറില്ല, മിസ്സാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിനകത്തായിട്ട് ഒരു ചെറിയ സ്മോൾ സ്റ്റോൺ ഇട്ടു. ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നേ? എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ? ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ? Anmaria, can you hear? If you put a small stone into a glass of water, what will happen? Will there any changes? No changes. We can separate it also. അല്ലെ? നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും അല്ലെ? ഇനി നേരെ ഇതില് ആ കല്ലിനെ നമ്മൾ പൊടിച്ചിട്ടായിരുന്നെങ്കിലോ, പൗഡർ ആക്കി ഇട്ട് കഴിഞ്ഞാലോ there will be changes അല്ലെ? ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിന്റെയും സോൾട്ടിന്റെയും ഒക്കെ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഇത്രയും വലിയൊരു ഉപ്പ് കല്ല് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അനക്കാതെ വെച്ചു. ഒരു ഉപ്പ് ഇത്രയുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അനക്കാതെ വെച്ചു. എന്ത് സംഭവിക്കും? Will there be any changes? ഒന്നും ഉണ്ടാവില്ല. But if we stir it well properly, what will happen? It will dissolve into the water and the taste of that water will change. അങ്ങനല്ലേ? നിങ്ങൾ നാരങ്ങ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ വീട്ടില്? ടാങ്കും അങ്ങനെയുള്ള ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ you will add sugar with that, isn't it? So if you don't stir well properly, what will happen? That sugar will not melt and the water's taste will not change. Just if you put sugar, no changes will take place. But if you stir it well properly, the taste of that water will change because it will become sweety because the sugar has been dissolved in the water. മനസ്സിലായില്ലേ? ലൈക്ക് ദ സെയിം വേ മിക്സ്ചർ എന്ന് പറയുമ്പോൾ
അതിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ വസ്തുക്കൾ ഉണ്ടാകും, ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ബട്ട് അതിനെ നമ്മൾ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ അല്ലെങ്കിൽ സ്റ്റെയർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഷുഗർ ഡിസോൾവ് ആയി, അതിന്റെ ഫലമായിട്ട് ആ വെള്ളം C2 ആയി. ഇല്ല നമ്മളിട്ട സോൾട്ട് അതിനെ നമ്മൾ സ്റ്റെയർ ചെയ്തപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ആ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയി. സോ വെള്ളം സോൾട്ടി ആയി അല്ലെ? ഓക്കെ, സെയിം മെത്തേഡ്, സെയിം രീതിയുള്ളൂ ഇവിടെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ മോളിക്യൂൾ ഓഫ് അയൺ സൾഫൈഡ് കണ്ടെയ്ൻസ് 1 atom of iron and 1 atom of sulfur. If we use 20 gram of iron powder and 8 gram of sulfur and heat the mixture, the reaction will still take place, but the extra 6 gram of iron will be left over. Had there been extra sulfur in the mixture, that would be also have been left over. This shows that the iron sulfide, iron and sulfur are present in a fixed ratio by weight. This ratio is always 14:8 or 7:4. If the mixture contains iron or sulfur more than this fixed ratio, then the extra sulfur or iron will be left over. Here in a mixture, if you have added 20 grams of iron and 25 grams of sulfur, നമ്മുടെ റേഷ്യോ എത്രയാണ്? 8 grams of sulfur and 14 grams of iron ആണ് ഒരു iron sulfide ഉണ്ടാക്കാൻ വേണ്ട റേഷ്യോ. But we have taken the mixture of 20 grams of sulfur and 10 grams of or 14 grams of iron. നമ്മളുടെ അളവിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 8:14 എന്നുള്ളതാണ് അല്ലെ? 8 grams of സൾഫറും പിന്നെ നമ്മൾക്ക് 14 grams of iron ആണ് ആവശ്യമായിട്ടുള്ളത് അയൺ സൾഫൈഡ് ഉണ്ടാക്കാൻ. നമ്മൾ എടുത്തത് അതിലും കൂടുതലാണെന്ന് വിചാരിക്കുക. ഇപ്പം കൂടുതൽ അയൺ എടുത്തു അല്ലെങ്കിൽ കൂടുതൽ സൾഫൈഡ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ ചൂടാക്കി ഹീറ്റ് ചെയ്ത് അവിടെ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ആ റിയാക്ഷനിൽ അയൺ സൾഫൈഡ് ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ബാക്കി വന്ന സാധനങ്ങൾ അവിടെ ബാക്കി തന്നെ കിടക്കും. അവിടെ കറക്റ്റ് 8 grams സൾഫറും 14 grams ഓഫ് അയൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ റേഷ്യോയിൽ തന്നെ പോകും. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കിടക്കും, ഒരു ഉപയോഗവും ഇല്ലാതെ, ഉപയോഗിക്കാതെ തന്നെ അങ്ങനെ അവിടെ കിടക്കും. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മള് 8 grams എടുക്കേണ്ടടുത്ത് നമ്മൾ 10 grams എടുത്തു എന്ന് വിചാരിക്കുക. 8 grams സൾഫറിന് പകരം 10 grams സൾഫറും 14 grams ഓഫ് അയണും എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആക്ഷൻ ഉണ്ടാകും, റിയാക്ഷൻസ് ഉണ്ടാകും കറക്റ്റ് ആയിട്ട് തന്നെ. പക്ഷേ 8 gram മാത്രം ഇങ്ങോട്ട് വരും, ബാക്കി 2 gram അവിടെ ബാക്കി ലെഫ്റ്റ് ആണ്. It is not used. In case if you have taken more iron ആണ് നമ്മൾ കൂടുതൽ എടുത്തതെങ്കിൽ ഈ 14 grams മാത്രം റിയാക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി എത്രയാണോ നമ്മൾ എടുത്തത് അത് it is left over there. അത് യൂസ് ചെയ്യുന്നില്ല. So ratio always will be 14:8. 14 iron and 8 grams of sulfur. So table 3.1 summarizes the differences in the properties of mixture and compounds. ഇപ്പൊ നമ്മൾ വായിച്ചത് തന്നെയാണ്. ഇനി ഓറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. What is the difference between the smallest particle of an element and the smallest particle of a compound? I think I'll give the answers when I give the question answers. I'll give this answer also. Or what is the difference between a smallest particle of element and the smallest particle of a compound? Compound ഇന്റെയും എലിമെന്റിന്റെയും smallest particle തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? കോമ്പൗണ്ട് മീൻസ് അതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും അല്ലെ? ബട്ട് ഇൻ എലിമെന്റോ ഓൺലി സെയിം ടൈപ്പ് ഓഫ് atoms will be there. But in compound there will be more than one type, maybe 2 or 3 like that way. നമ്മൾ പറഞ്ഞായിരുന്നു അയണിന്റെ തന്നെ അയണിന്റെ ആറ്റം മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻ വാട്ടറിന്റെയോ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ both will be there. Okay.
Next, second question. For all elements, the smallest particle that can exist independently is an atom. Do you agree? Element in give reason. Element in the smallest particle nu parayunnathu atom aayirikkum. അതുമായിട്ട് agree ചെയ്യുന്നുണ്ടോ? Do you agree with that? Yeah, Anne-Marie is stuck on Anne-Marie. Anne-Marie is not at all responding. No, as atoms of some elements may not exist independently. Atoms may not exist independently. Next, most elements are found in the free state in nature. Do you agree? Give reason. All elements are free aayitano nature lollathu. Most elements are found in the free state in nature. Do you agree? Give reason. Anne-Maria, are you stuck? Anne-Maria, Shreya. Anne-Maria, കേൾക്കുന്നുണ്ടോ മോളെ? Yes. Shreya കേൾക്കുന്നില്ല. Question ഇതാണ്. Most elements are found in the free state in nature. Do you agree? Most elements found in nature are freely. True or false? Do you agree with that? I'm asking. No, because most elements have a tendency to combine with each other to form compounds. Elements വേറെ എലിമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. That's what we find in many things around us. Okay. Okay, what is the next question? Fourth question. A scientist found that two samples of same compound had the same elements combined in different ratio. Was the finding correct? No, it is not correct. Ratio will be same. നമ്മൾ പറഞ്ഞു വെള്ളം നമ്മൾ എവിടെ നിന്ന് എടുത്താലും maybe it is sea water or pond water or well water or tap water, wherever from where any part of the corner, any part of world, if you take water, it will be at the same ratio, means hydrogen and 2 hydrogen and 1 oxygen atom will be there. So ratio will not change. So it is not correct answer. Next, fifth question. The same scientist as above found that two samples of a mixture of the same elements had the elements mixed in the different ratio. Was the finding correct this time? ഇപ്പം പറഞ്ഞതിൽ അതായത് ഈ സയന്റിസ്റ്റ് above found that two samples of mixtures of same elements. നമുക്ക് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഒരേ റേഷ്യോ അല്ലാന്ന് നമ്മൾ പറഞ്ഞു. സോ samples of two mixtures of the same elements had the elements mixed in different ratio. അത് സെയിം ആണോ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. മിക്സ്ചറിൽ നമ്മൾ ചേർക്കുന്ന വസ്തുക്കൾ ഒരേ അളവിൽ തന്നെ ചേർക്കണമെന്നുണ്ടോ? ഇല്ല. കാരണം കോമ്പൗണ്ടിലാണ് കറക്റ്റ് റേഷ്യോ വരുന്നത്. ഈ മിക്സ്ചർ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് അതിനകത്ത് ചേർക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ആറ്റംസ് മോളിക്യൂൾസ് എല്ലാം നമുക്ക് ഡിഫറൻസ് വരും. അതിനൊരു കാരണം ഒരു ഇതും ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് there will be no chemical changes. Chemical reaction will not take place, isn't it? So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും എത്ര അയൺസ് വേണമെങ്കിലും ചേർക്കാം, എത്ര അയൺ മോളിക്യൂൾസ് വേണമെങ്കിലും ചേർക്കാം, or atoms can be added, or how much if you want more or less sulfide we can add, no problem, because no chemical action will take place. അവിടെ ഒരു chemical action നടക്കുന്നില്ല. പക്ഷേ കെമിക്കൽ ആക്ഷൻ നടക്കുമ്പോൾ കറക്റ്റ് റേഷ്യോയിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് എത്ര ഇട്ടാലും ആ കറക്റ്റ് റേഷ്യോയിലുള്ള ആറ്റംസ് മാത്രമേ കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. ദ റെസ്റ്റ് വിൽ ബി ലെഫ്റ്റ് ഓവർ. ബാക്കിയുള്ളത് കൂടുതൽ എത്ര കൂടുതലുണ്ടെങ്കിലും അത് അവിടെ ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ.
Next one is symbols. We know that there are only 118 elements and millions of compounds. How many elements are there in this world? 118 elements, and among that in that 118 elements, 92 elements are found naturally on the earth, like oxygen, hydrogen, അങ്ങനെയൊക്കെ. നമുക്ക് ഈ 118 elements 92 elements are found naturally on the earth, and the rest 16 elements are made by the scientists in the laboratory. 118 elements ആണുള്ളത്. അതിൽ 92 elements നമുക്ക് നേച്ചർ ആയിട്ട് കിട്ടും, പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും. ബാക്കി എലിമെന്റ്സ് 16 എലിമെന്റ്സ് സയന്റിസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇനി റൈറ്റിംഗ് ദ ഫുൾ, ഇനി ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 26 alphabets are there in English. Using this 26 alphabets we make thousands of or lakhs of words in English. Maybe mixing these alphabets, isn't it? നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഈ 26 അക്ഷരങ്ങൾ കൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള മുഴുവൻ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ചിലതിൽ ഒരക്ഷരം ഉണ്ടാവുള്ളൂ, ചിലതിൽ 2 അക്ഷരം ഉണ്ടാകും, ചില വാക്കുകൾ 3 ഉണ്ടാകും, ചിലതിൽ 10 15 ഒക്കെ ഉണ്ടാകും, അല്ലെ? അങ്ങനെ നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ, ചിലതിൽ 2 എ ഉണ്ടാകും, ചിലതിൽ 3 ഇ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വാക്കുകൾ വേർഡ്സുകൾ ഫോം. ഓക്കെ, അപ്പം അതേ രീതിയിൽ തന്നെ യൂസിങ് ദിസ് 118 എലിമെന്റ്സ് വി മേക്ക് lakhs of compounds. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ റേഷ്യോസ് ഡിഫറൻസ് വരുത്തിയിട്ടാണ്, അതിൽ യൂസ് ചെയ്ത ആറ്റംസ് ഡിഫറൻസ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, writing the full names of elements and compounds and describing their reactions is very inconvenient. It is more convenient to use abbreviations for symbols. Now ഇത്രയും എലിമെന്റ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ഇത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇതിനെല്ലാം ഓരോന്നിനും ഇങ്ങനെ ഫുൾ നെയിം എഴുതാനും ബുദ്ധിമുട്ടാണ്, അല്ലെ? So we use abbreviations. What is abbreviation? Abbreviation means what? Short forms. Short form ഉണ്ടാക്കാൻ അറിയത്തില്ലേ? FB means what? FB means, you know? അറിയാമോ? അറിയില്ല. WHO means അറിയാമോ? ഒന്നും അറിയത്തില്ലേ? വണ്ടി ഉണ്ടോ ആത്മരിയ വീട്ടില്? ഡു ഹാവ് എനി വെഹിക്കിൾ അറ്റ് ഹോം? സ്കൂട്ടി ഓർ കാർ ഓർ? വണ്ടിയുടെ എന്നാ വണ്ടിയുള്ള ആത്മരിയുടെ വീട്ടില്? ബൈക്ക്, സ്കൂട്ടി. ആ സ്കൂട്ടിക്ക് ഒരു നമ്പർ ഉണ്ടോ, അതറിയാമോ? വീട്ടിലെ സ്കൂട്ടിക്ക് നമ്പർ ഉണ്ടോ, അറിയാമോ? അറിയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇന്ന് ക്ലാസ് കഴിയുമ്പോ വണ്ടിയുടെ വീട്ടിലുണ്ടോ? ഇപ്പൊ വണ്ടി വീട്ടിലുണ്ടോ? അത് അച്ഛനെടുത്തിട്ട് പോയോ? ഇപ്പൊ കൊണ്ടുപോകുമായിരിക്കും. അപ്പൊ ക്ലാസ് കഴിയുന്നതിന് മുന്നേ കൊണ്ടുപോകും. പിന്നെ ആകെ നീയേ ഇപ്പൊ ക്ലാസ്സിലുള്ളൂ, നീ വണ്ടി നോക്കാൻ പോയി കഴിഞ്ഞാൽ അതുകൂടെ സ്റ്റക്കായി. ഓക്കെ, വൈകുന്നേരം വണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന്റെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം, നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതില് KL എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ കാണും. KL 13 or 15 or ഇപ്പം 15. ഓക്കെ, KL എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കേരള. അത്ര അറിയാം അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി ഇഫ് യു ഗോ ടു കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയുടെ നമ്പറിൽ KL വരുമോ? കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയുടെ KA ആയിരിക്കും, കർണാടക എന്നുള്ളതിന്റെ KL തുടങ്ങുന്ന വേറെ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് KL വന്നു. ഇനി ആന്ധ്രാപ്രദേശിൽ പോയാലോ? AP, ആന്ധ്രാപ്രദേശ്. ഓക്കെ, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയിലാണെങ്കിൽ TN, തമിഴ്നാടു. അങ്ങനെ അബ്രിവേഷൻ മീൻസ് ഷോർട്ട് ഫോംസ്. നമ്മുടെ WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മനസ്സിലായോ? നമ്മള് കമ്പ്യൂട്ടറിൽ GB, MB എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? വാട്ട് ഈസ് GB? Gigabyte, megabyte, terabyte ആണല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മള് ഈ പറയുന്ന എലിമെന്റ്സിനും കോമ്പൗണ്ട്സിനും ഒക്കെ ഫുൾ നെയിം എഴുതി അതൊക്കെ വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് 1 2 അല്ല കോമ്പൗണ്ട്സ് ഉള്ളത്, അല്ലെ?
അപ്പൊ നമ്മൾ അതിന് എല്ലാത്തിനും ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വാട്ടറിന് നമ്മൾ പറയുന്നത് സയന്റിഫിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. H ഹൈഡ്രജൻ, ഓക്സിജന്റെ O, ഒരു Hഉം ഒരു Oയും അല്ല, H2O. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മള് പിന്നെ ഓക്കെ, ഇനി അത് ബാക്കി നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേനും കണ്ടു. ഇപ്പത്തെ പേജിലുണ്ട്, പേജ് നമ്പർ 29 ഒരു ചാർട്ട് ഒക്കെ തന്നിട്ടുണ്ട്. അലുമിനിയം Al, കാൽസ്യം Ca, കാർബൺ C, ക്ലോറിൻ Cl, കോപ്പർ Cu, ഗോൾഡ് Au, ഹീലിയം He, ഹൈഡ്രജൻ H, അയൺ എലിമെന്റ് Fe, നൈട്രജൻ N, ഓക്സിജൻ O, പൊട്ടാസ്യം K. പൊട്ടാസ്യത്തിന് P ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ K ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന്റെ ലാറ്റിൻ നെയിം കാലിയം എന്നാണ്. സോഡിയം അതിന്റെ പിന്നെ ലാറ്റിൻ നെയിം നാട്രിയം ആണ്, അതുകൊണ്ട് Na. സൾഫർ S, ടങ്സ്റ്റൺ അതിന്റെ വോൾഫ്രം ആണ്, അതുകൊണ്ട് W. സിങ്ക് Zn. അങ്ങനെ ഷോർട്ട് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിന്റെ ഇതെല്ലാം നമ്മൾ എഴുതണമെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരെണ്ണത്തില് 4 എലിമെന്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്, അതിന് മൊത്തം പേരെഴുതേണ്ട, എല്ലാ ഇതിന്റെ പേരെഴുതണ്ടേ? അതുകൊണ്ട് ഈ ഷോർട്ട് ഫോമിലാണ്. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ആൻഡ് +2 നിങ്ങൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 8-9 എത്തുമ്പോഴത്തേനും പഠിക്കണം ഓരോന്നിന്റെയും പേരുകളൊക്കെ ക്ലിയർ ആയിട്ട്. Okay, we use symbols to represent elements. A compound is represented by a formula which contains symbols of all the elements present in the molecules of that compound. Early scientists and alchemists used pictures, symbols to represent elements. Later, Dalton improved over these symbols. Figure 3.3 il തന്നിരിക്കുന്നതാണ്. 3.3 ഏതാണ്? നമ്മുടെ 3.1, 3.2, 3.2, 3.3 നെക്സ്റ്റ് പേജിൽ വന്നല്ലേ? 3.3 നെക്സ്റ്റ് പേജിൽ വന്നേക്കുന്നത്. അത് നമുക്ക് അപ്പഴേക്കും. He used the symbol 0 ഒരു വലിയ റൗണ്ടിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് for hydrogen and ഒരു റൗണ്ടും പോലെ മാത്രം for oxygen. But as the number of known elements and compounds increased, this method to became very tedious. അപ്പം ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ പേജ് നമ്പർ 29 ഫസ്റ്റ് പിക്ചർ പോലെയായിരുന്നു. ഓക്കെ, അതിനുശേഷം ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് ഈ അടുത്ത മെത്തേഡിലേക്ക് വന്നു. ഒരു 0 Hന് ഫോർ ഹൈഡ്രജൻ 1 0, അതിന്റെ ഉള്ളിൽ ഒരു ഡോട്ട്, പിന്നെ ഓക്സിജൻ ഒരു 0 പോലെ തന്നെ, അങ്ങനെ കിട്ടും. പക്ഷെ പിന്നീട് പുതിയ കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ചപ്പോൾ ഈ മെത്തേഡുകളൊക്കെ പ്രാക്ടിക്കൽ അല്ലാന്ന് മനസ്സിലായി. ദാറ്റ് ഇസ് നോട്ട് സോ ഈസി എന്ന് മനസ്സിലായി. Then another method, the present system used letters of the English alphabet to represent elements. It was first suggested by Berzelius. The system is as follows. പക്ഷെ പിന്നീട് അത് ബുദ്ധിമുട്ട്, കുറെ പുതിയ കോമ്പൗണ്ട്സ് ഒക്കെ ഡിസ്കവർ ചെയ്തപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? ഈ പുതിയ രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിലേക്ക്, അതായത് നമുക്ക് താഴെ തന്നിരിക്കുന്ന പേജ് നമ്പർ 29 തന്നിരിക്കുന്ന രീതി ആൽഫബറ്റിക്കൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന എലിമെന്റ്സിന്റെ ആൽഫബറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മെത്തേഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ അലുമിനിയം Al, കാൽസ്യം Ca, കാർബൺ C, ആ രീതിയിലുള്ള. It was formed by or suggested by a scientist called Berzelius. Berzelius എന്ന സയന്റിസ്റ്റ് ആണ് ഈ മെത്തേഡ് അപ്ഗ്രേഡ് ചെയ്തത്. Some elements are represented by using the first letter in capitals of the name of the element. For example, C for carbon, N for nitrogen, O for oxygen, like that way. So ഇതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ some are used by the first letter of that element. ആ എലിമെന്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിക്കും, അതായത് ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ N for nitrogen, C for carbon, O for oxygen, like that way. Names of some elements have the same initial letter. For example, carbon and calcium രണ്ടും C ആണ്. അപ്പൊ C എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാകുന്നേ? കൺഫ്യൂഷൻ ആകും, whether it is carbon or whether it is a calcium. So then what and cobalt. In such cases, the first letter is taken in capital together with the letters in small from its name. For example, Ca for calcium, Co for cobalt,
and Bf for barium, Br for bromine. അപ്പം പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരേ ലെറ്ററിൽ തുടങ്ങുന്ന എലിമെന്റ്സ് ഉണ്ട്. അപ്പം അവിടെ പിന്നെ അത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് സെക്കൻഡ് ലെറ്ററും കൂടെ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കും. Ca for കാൽസ്യം, അതുപോലെ CO for കോബാൾട്ട്, ആ രീതിയിൽ കൊടുക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ the symbols of some elements are derived from their Latin names. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചിലതിന്റെ സിമ്പിൾസ് അതിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് പറഞ്ഞത്. പൊട്ടാസ്യത്തിന് P ആണ് പറയുന്നത് അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് P K it is used. Why? Because it is called kalium in a Latin name. So K is used. Then sodium, for sodium S should come, isn't it? So instead of S, what do you use? Natrium, N is used. Okay, its Latin name is natrium, like that way. So symbols of some elements are derived from their Latin names. For example, the Latin name of copper is cuprum and its symbol is Cu. The Latin name of the potassium is kalium and its symbol is K. Table 3.2 lists some common elements and their symbols. The Latin names of elements whose symbols are derived from their also given. Here page number 30 hydrochloric acid compound it is. Sorry, here in page number 3.2 നോക്ക, sorry 29 3.2 table, last table 29 last table. ഏതൊക്കെയാണ് അവിടെ ലാറ്റിൻ നെയിമിൽ വന്നേക്കുന്നത്? കോപ്പർ CO ആണ് വരേണ്ടത് അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് Cu, കപ്രു. നെക്സ്റ്റ് ഗോൾഡ്, ഫോർ ഗോൾഡ് G should come instead of G. Latin name is aurum, so Au is used. And here iron I എല്ലാം വന്നേക്കുന്നത് instead of that ferrum, F is used. Potassium, kalium and sodium. Tungsten T ആണ് പറയുന്നത്. instead of that Latin name wolfram, അതിന്റെ W is used. Okay, time is up. Bye then. Bye.